ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ആദ്യമേ തന്നെ പെന്തക്കോസ്ത് തിരുനാളിൻ്റെ എല്ലാവിധ മംഗളങ്ങളും പ്രാർത്ഥനകളും ആശംസകളും ഒത്തിരി സ്നേഹത്തോടെ നേരുകയാണ്. ക്രിസ്തു മനുഷ്യർക്ക് മുഴുവൻ നൽകുന്ന ഒരു വലിയ വാഗ്ദാനമാണ്. ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സങ്കടം എന്ത് എന്ന് ചോദിച്ചാൽ, അവനെ കേൾക്കുവാനും അവൻ്റെ കൂടെ ആയിരിക്കുവാനും ഒക്കെ ആരും ഇല്ലാത്ത ഒരവസ്ഥയാണ്. ഒരു മനുഷ്യനെ സ്നേഹിക്കുവാനും അവൻ്റെ കൂടെ ആയിരിക്കുവാനും അവനോടൊപ്പം ആയിരിക്കുവാനും ഒക്കെ ആരും ഇല്ലാതായിരിക്കുന്നതാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വേദന. ഇവിടെയാണ് ക്രിസ്തു പറയുക, ഞാൻ നിങ്ങളെ ഒരിക്കലും അനാഥരായി വിടുകയില്ല, എപ്പോഴും നിങ്ങൾക്ക് കൂട്ടിന് ഞാൻ എൻ്റെ ആത്മാവിനെ, പരിശുദ്ധാത്മാവിനെ നൽകി നിങ്ങളെ അനുഗ്രഹിക്കും എന്ന്. വലിയ ഒരു വാഗ്ദാനമാണ്. മനുഷ്യന്റെ വേദനകളിലേക്ക്, മനുഷ്യന്റെ ജീവിതത്തിന്റെ എല്ലാ പ്രതിസന്ധികളിലേക്കും ദൈവം ഇടപെടുന്ന അതിമനോഹരമായ ഒരു വാചകം. ഇന്നസെന്റ് സാറിന്റെ ഒരു മനോഹരമായ പുസ്തകമുണ്ട്. ക്യാൻസർ വാർഡിലെ ചിരി എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ഇന്നസെന്റ് സാറ് തൻ്റെ ജീവിതത്തില് ക്യാൻസർ വന്നു കഴിയുമ്പോൾ അദ്ദേഹം അനുഭവിക്കുന്ന ഒരു വേദനയും അദ്ദേഹം അനുഭവിക്കുന്ന ഒരു പ്രത്യാശയുമാണ് ആ ഒരു പുസ്തകത്തിലൂടെ അദ്ദേഹം പറഞ്ഞു വെക്കുക. ക്യാൻസർ വാർഡിലെ ചിരി എന്ന പുസ്തകത്തിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു ലിസി ഡോക്ടറുണ്ട്. ലിസി ഡോക്ടർ ആയിരുന്നു അദ്ദേഹത്തെ ആദ്യം ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത്. തൻ്റെ വേദനകൾക്ക് മുൻപിലും ഒരു ചിരിയുമായിട്ട് വരുന്ന ലിസി ഡോക്ടറിനെ എന്നും ഇന്നസെന്റ് സാർ ഓർത്തിരുന്നു. ആ ലിസി ഡോക്ടർ തന്നെ പരിചരിക്കുകയും സ്നേഹ സംഭാഷണത്തിലൂടെയൊക്കെ എപ്പോഴും ഈ മനുഷ്യനെ ഇങ്ങനെ ഉയർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഒത്തിരി പരിശ്രമിക്കുകയായിരുന്നു. അങ്ങനെ ഒരിക്കലെ അവിടുത്തെ സീനിയർ ഡോക്ടറായ ഗംഗാധരൻ ഡോക്ടർ വന്നിട്ട് ഇന്നസെന്റ് സാറിനോട് പറഞ്ഞു, താങ്കളെ ശുശ്രൂഷിച്ചു കൊണ്ടിരുന്ന ലിസി ഡോക്ടറിനും ക്യാൻസറാണ് എന്ന്. ഭയങ്കരമായ വേദനകളിലൂടെ കടന്നു പോവുകയാണ് എന്ന്. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇന്നസെന്റ് സാറിന് വളരെ സങ്കടമായി. ആ ചിരിക്കുന്ന മുഖം എന്നിൽ നിന്ന് മാഞ്ഞു തുടങ്ങിയല്ലോ എന്നത്. പക്ഷേ ആ ലിസി ഡോക്ടറിന്റെ ജീവിതത്തിൽ നിന്നും ആ ചിരി ഒരിക്കലും മാഞ്ഞിരുന്നില്ല. തന്നെ ശുശ്രൂഷിക്കുവാൻ വീണ്ടും വരികയും അങ്ങനെ ആ രോഗം മൂർച്ഛിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഇന്നസെന്റ് സാറിന്റെ മുറിയുടെ വാതിൽക്കൽ ഒരു കുട്ടി വന്ന് മുട്ടുകയാണ്. തനിക്ക് വളരെ ക്ഷീണമായതുകൊണ്ട് തൻ്റെ ഭാര്യയോട് പറഞ്ഞു, ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കണ്ട. ഭാര്യ പോയിട്ട് വാതിൽ തുറന്നു കഴിഞ്ഞപ്പോൾ ആ കുട്ടി ചോദിക്കുകയാണ്, ഞാനൊന്ന് അകത്തോട്ട് പ്രവേശിച്ചോട്ടെ. അപ്പോൾ ആ ഭാര്യ പറഞ്ഞു, വേണ്ട, വരണ്ടെന്നാണ് സാറ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പറഞ്ഞു, എനിക്ക് വേണ്ടിയല്ല, എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ അമ്മ ലിസി ഡോക്ടറാണ് എന്ന്. ആ ഒരു വീൽ ചെയറിൽ തൻ്റെ അമ്മയും തള്ളിക്കൊണ്ട് ഇന്നസെന്റ് സാറിന് മുൻപിൽ വന്നിട്ട് ഒരു വാക്ക് പോലും സുഖമാണോ എന്ന് ചോദിച്ചില്ല, മറിച്ച് തൻ്റെ രോഗത്തെക്കുറിച്ച് മാത്രമാണ് ചോദിച്ചത്. അവസാനം ആ ഡോക്ടർ ചേർത്ത് വെച്ച ഒരു വാചകമുണ്ട്, സുഖമാകാൻ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ലക്ഷണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ ഉറപ്പായിട്ടും ഞാൻ താങ്കളുടെ കൂടെ ഉണ്ടായിരിക്കും, താങ്കൾ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, താങ്കൾ ഉടനെ സുഖം പ്രാപിക്കും എന്ന്. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഇന്നസെന്റ് സാർ അവസാനം ചേർത്ത് വെക്കുന്ന ഒരു വാചകമുണ്ട്, എൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യാശയുടെ ഒരു സന്ദേശമായിരുന്നു അത് എന്നും. നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ വേദനകൾക്ക് മുൻപിലും നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളുടെ നടുവിലുമൊക്കെ നമ്മളായിരിക്കുമ്പോൾ നമുക്കൊക്കെ ഒരു സഹായകനും നമുക്കൊക്കെ ഒരു താങ്ങും തണലുമായിട്ട് ഒരു മനുഷ്യനുണ്ടായിരിക്കുക എന്നതാണ് ഒരുവന്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ എപ്പോഴും താങ്ങും തണലുമായിട്ട് ഒരു ആത്മാവിനെ നൽകി ദൈവം അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷം. ഒരു ക്രൈസ്തവൻ കണ്ടെത്തുന്ന അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം എന്താ എന്ന് ചോദിച്ചാൽ ആത്മാവിനോട് കൂടെ ആയിരിക്കുക എന്നതാണ്. നമുക്കറിയാം, ശിഷ്യന്മാര് ആ ഒരു മുറിയിലായിരുന്നപ്പോൾ അവര് മാതാവിനോടൊപ്പം തമ്പുരാന്റെ ആ ഒരു സ്നേഹത്തിലേക്ക് പങ്കുചേരുകയായിരുന്നു. ആത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവരിൽ പലരും തങ്ങളുടെ പഴയ ജോലികളിലേക്കൊക്കെ തിരിച്ചു പോകാനൊക്കെ ശ്രമിച്ചു. പക്ഷെ അവരുടെ ഉള്ളിലേക്ക് ആത്മാവ് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അവർ തീഷ്ണതയോടെ പ്രസംഗിക്കുവാൻ തുടങ്ങുവാനും കർത്താവിന്റെ വേല അതിതീഷ്ണതയോടെ ചെയ്യുവാനും തുടങ്ങി. പ്രിയപ്പെട്ടവരെ, നമ്മളെ കാത്തിരിക്കുന്ന, നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഒരു ആത്മാവിനെ നൽകിയാണ് ദൈവം അനുഗ്രഹിച്ചിരിക്കുക. നമുക്കൊക്കെ അറിയാം, നമ്മളൊരു മനോഹരമായ യാത്ര ചെയ്തു കഴിയുമ്പോൾ നമ്മളെ തിരിച്ച് കൊണ്ടുവരുവാനായിട്ട് നമ്മളെ പ്രേരിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് നമുക്കൊക്കെ മടങ്ങിയെത്തുവാൻ ഒരു ഭവനമുള്ളതാണ്. നമുക്കൊക്കെ ഒരു പക്ഷേ മടങ്ങിയെത്തുവാൻ ഒരു ഭവനമില്ലെങ്കിൽ നമ്മുടെയൊക്കെ യാത്രകൾ വളരെ സങ്കടകരമായിരിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മളെ കാത്തിരിക്കുന്ന, നമുക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഭവനവും
നമുക്ക് വേണ്ടി ആയിരിക്കുന്ന, നമ്മുടെ കൂടെ ആയിരിക്കുന്ന ഒരാത്മാവ് നമുക്കുണ്ട്. നമ്മുടെ ഭവനം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൂടെ ആയിരിക്കുക എന്നതാണ്. പ്രിയപ്പെട്ടവരെ, അതിലേക്ക് കടന്നു ചെല്ലുവാനും തമ്പുരാന്റെ ആ ഒരു സ്നേഹത്തിലായിരിക്കുവാനും ആത്മാവിന്റെ അഭിഷേകത്തിൽ പങ്കുചേരുവാനും നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം. ഈ പെന്തക്കോസ്ത ഒരു അനുഭവമാക്കി തീർക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആത്മാവിന്റെ അഭിഷേകം നിറയുന്ന ഒരു ജീവിതങ്ങളാക്കി മാറ്റുവാൻ പരിശ്രമിക്കാം. അതിനായുള്ള കൃപ തമ്പുരാൻ നൽകി നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നിത്യപിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.